ഓസോണിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അതിൽ ഫോർത്ത് വൺ, ആക്ഷൻ വിത്ത് കോമ്പൗണ്ട്സ് ഇൻവോൾവിങ് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് പറയുന്നത്. അതിൽ ലെഡ് സൾഫൈഡും ഓസോണും റിയാക്ട് ചെയ്താൽ നമുക്ക് ലെഡ് സൾഫേറ്റ് കിട്ടും. അതുപോലെ ഓക്സിജൻ ഇവോൾവ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമുക്ക് കോപ്പർ, സിങ്ക്, കാഡ്മിയം ഇവയൊക്കെ നമുക്ക് ഓസോണായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് സൾഫേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ MS+4O3 എമ്മിന് പകരം നമുക്ക് ഏതൊക്കെ കൊടുക്കാം? എം എന്ന് പറഞ്ഞ മെറ്റലാണ്, കോപ്പർ, സിങ്ക്, കാഡ്മിയം. അപ്പോൾ നമുക്ക് സൾഫേറ്റ് അവിടെ കിട്ടുന്നുണ്ട്. ഇനി FeSO4ഉം സൾഫ്യൂരിക് ആസിഡും അതുപോലെ ഓസോൺ നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് Fe2SO4 ത്രൈസ് ആണ് കിട്ടുന്നത്. അപ്പോൾ Fe2+ ഇവിടെ Fe3+ ആവാണ്. ഫെറസ് ഫെറിക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ KNO2 നെക്സ്റ്റ് റിയാക്ഷൻ KNO2ഉം ഓസോണും റിയാക്ട് ചെയ്തിട്ട് KNO3 ആണ് ഇവിടെ ഉണ്ടാകുന്നത്. നൈട്രേറ്റ്സ് ആവുന്ന റിയാക്ഷനാണ്. KNO3+O2 ഓക്സിജൻ ഇവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ KAൻ്റെ റിയാക്ഷനാണ് നെക്സ്റ്റ്. KNും KAയും ഓസോണും റിയാക്ട് ചെയ്തിട്ട് KOH ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ I2+O2 അല്ലേ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം അയഡൈഡ് ഓസോണും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അയഡിനും അതുപോലെ ഓക്സിജനുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അടുത്തത് ഹാലജൻ ആസിഡ്സ് ആണ്. HCl ഒക്കെ ഹാലജൻ ആസിഡ്സ് ആണ് നമുക്കറിയാം. ഹാലജൻ ആസിഡ്സ് ഓസോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹാലജൻസ് ആയിട്ട് മാറാണ്. അതുപോലെ പൊട്ടാസ്യം ഫെറോസയനൈഡ് ഓസോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് പൊട്ടാസ്യം ഫെറിസയനൈഡ് ആയിട്ട് മാറാണ്. K3FeCN6. ഇനി മാംഗനൈറ്റ് K2MnO4 ഓസോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് പെർമാംഗനേറ്റ് ആയിട്ടുള്ള KMnO4 ആണ് അവിടെ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ആക്ഷൻ വിത്ത് കോമ്പൗണ്ട്സ് വിത്തൗട്ട് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്തത് SO2+ ഓസോൺ എന്താണ്? SO3 ആണ്. അവിടെ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ല. അതുപോലെ SnCl2+6HCl+O3. അതുപോലെ SnCl2 ഓസോണായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? SnCl4+3H2O. അവിടെയും ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നില്ല. ഇനി ബ്ലീച്ചിങ് ആക്ഷൻ ആണ്. നമുക്കറിയാം കളേർഡ് മാറ്റർ ഫ്രം ആനിമൽ ഓർ വെജിറ്റബിൾ ഒറിജിൻ. നമുക്ക് ആനിമലിൻ്റെ ലെതർ അല്ലെങ്കിൽ വെജിറ്റബിൾ ഒറിജിനൊക്കെ നമുക്ക് അതിലൊക്കെ കളേർഡ് മാറ്റേഴ്സ് ഉണ്ടാവും. അത് ഓസോണായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കളർലെസ് ഓക്സിഡൈസ് മാറ്റർ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഓക്സിജൻ ഇവോൾവ് ചെയ്യും. നമുക്കറിയാം ലിറ്റ്മസ് പേപ്പർ, അതുപോലെ സിൽക്ക്, വൂള്, ഫ്ലോറ്, സ്റ്റാർച്ച് ഇതിലൊക്കെ കളേർഡ് മാറ്റേഴ്സ് ഉണ്ടാവും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആനിമൽസിലുള്ള ലെതേഴ്സ്, സിൽക്ക്, അതുപോലെ വൂള് അത് ബ്ലീച്ച് ചെയ്യാൻ, അതുപോലെ വെജിറ്റബിളിലുള്ള സ്റ്റാർച്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസോൺ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ വിത്ത് പെറോക്സൈഡ്സ് ആണ്. പെറോക്സൈഡ്സ് ആയിട്ട് നമ്മൾ ഓസോൺ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ വാട്ടറാണ് നമുക്കതിന് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ബേരിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ ബേരിയം പെറോക്സൈഡ് ആയിട്ട് നമ്മൾ ഓസോൺ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബേരിയം ഓക്സൈഡ് ആണ് കിട്ടുന്നത്. അതുപോലെ അഡീഷൻ ടു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഓസോണൈഡ് ഫോർമേഷൻ. നമ്മുടെ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടായ പ്രൊപ്പീന് ഓസോണായിട്ട് ട്രീറ്റ് ചെയ്യുക CCl4ൻ്റെ പ്രസൻസിൽ. ദെൻ നമുക്കവിടെ പ്രൊപ്പീൻ ഓസോണൈഡ് കിട്ടും. പ്രൊപ്പീൻ ഓസോണൈഡാണ് നമ്മളെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൽ നമ്മൾ വീണ്ടും സിങ്കും വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എത്തനാലും മെത്തനാലും രണ്ട് ആൽഡിഹൈഡ്സ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. എത്തനാൽ ആൻഡ് മെത്തനാൽ. അതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അടുത്ത റിയാക്ഷനാണ് നമ്മളെ പ്രൊപ്പൈൻ
ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ. പ്രൊപ്പൈനും ഓസോണും CCl4ൻ്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊപ്പൈൻ ഓസോണൈഡ് കിട്ടി. പ്രൊപ്പൈൻ ഓസോണൈഡിനെ നമ്മൾ വാട്ടർ ആൻഡ് സിങ്കിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മീഥൈൽ ഗ്ലയോക്സൈലാണ് കിട്ടുന്നത്. മീഥൈൽ ഗ്ലയോക്സൈൽ. ദെൻ മീഥൈൽ ഗ്ലയോക്സൈലിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? അസറ്റിക് ആസിഡ് ആൻഡ് ഫോമിക് ആസിഡ്. അസറ്റിക് ആസിഡായിട്ട് ഫോം ചെയ്യും, അതുപോലെ ഫോമിക് ആസിഡായിട്ടും ഇത് ഫോം ചെയ്യും, H2O ആയിട്ട് റിയാക്ട് ചെയ്തിട്ട്. ഇത്രയാണ് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. ആസ് എ ജെർമിസൈഡ് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. ഓസോൺസിൻ്റെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. ജെർമിസൈഡും ഡിസിൻഫെക്റ്റൻറ്റുമാണ്. അതുപോലെ നമുക്ക് എയർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. ടണൽസിലുള്ള, തിയേറ്റേഴ്സിലുള്ള, അതുപോലെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ എയർ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ ഓസോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബ്ലീച്ചിങ് ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓയിൽസ്, ഫ്ലോറ്, സ്റ്റാർച്ച്, പൾപ്പ്, ലെതേഴ്സ് ഇതൊക്കെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇൻ ഓസോണോളിസിസ് for detecting the position of multiple bond in unsaturated organic compounds and production of carbonyl compounds. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ള മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോണോളിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ മുകളിലുള്ള ഇത് കണ്ടത്. മൾട്ടിപ്പിൾ ബോണ്ട് നമുക്ക് എവിടെയാണ് മൾട്ടിപ്പിൾ ബോണ്ട് വരുന്നത് അവിടെയാണ് ഓസോണോളിസിസ് നടക്കുന്നത്, അല്ലേ? ഓസോണോളിസിസ് നടക്കുന്നത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മൾട്ടിപ്പിൾ ബോണ്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസോണോളിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്, കാർബണൈൽ കോമ്പൗണ്ടിൻ്റെ പ്രൊഡക്ഷനിലും നമ്മൾ ഓസോൺ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ നെക്സ്റ്റ് കോമ്പൗണ്ട് നമുക്ക് പറയാനുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, H2O2. ഫസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷനാണ് ഐസ് കോൾഡ് ഹൈഡ്രേറ്റഡ് ബേരിയം പെറോക്സൈഡ്, അതാണ് BOO2 H2O. അദ്ദേഹം ഹൈഡ്രേറ്റഡ് ബേരിയം പെറോക്സൈഡ് ആണ്, ഐസ് കോൾഡ് ആണ്. അത് ഡൈല്യൂട്ട് H2SO4 ആയിട്ട്, അതും ഐസ് കോൾഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ഐസ് കോൾഡ് ആണ്. അത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം സൾഫേറ്റും H2O2 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ H2O2ൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷനാണത്. ഈ രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഐസ് കോൾഡ് ബേരിയം ഓക്സൈഡ് പ്ലസ് ഹൈഡ്രേറ്റഡ് ബേരിയം പെറോക്സൈഡ് അല്ലെങ്കിൽ ബേരിയം ഡയോക്സൈഡ് എന്നും പറയാം. ഐസ് കോൾഡ് ബേരിയം പെറോക്സൈഡും അതുപോലെ ഡൈല്യൂട്ട് ഫോസ്ഫോറിക് ആസിഡ് അത് ഐസ് കോൾഡാണ്. അത് വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് H2O2 അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഈ രണ്ട് പ്രിപ്പറേഷൻ. ഇനി മൂന്നാമത്തെ പ്രിപ്പറേഷൻ സോഡിയം പെറോക്സൈഡും അതുപോലെ 20% ഡൈല്യൂട്ട് ഐസ് കോൾഡ് സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്താൽ നമുക്ക് H2O2 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് തേർഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് പ്രിപ്പറേഷൻ ബേരിയം പെറോക്സൈഡ് ഐസ് കോൾഡ് ബേരിയം പെറോക്സൈഡും അതുപോലെ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് H2O2 ബേരിയം കാർബണേറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഫോർത്ത് പ്രിപ്പറേഷൻ. അപ്പോൾ 4 പ്രിപ്പറേഷനാണ് നമ്മൾ H2O2ൻ്റെ പറഞ്ഞത്. ഇനി മാനുഫാക്ചറിങ് ആണ്. H2O2 is manufactured by the electrolysis of cold 50% H2SO4 in a cell using platinum anode and graphite cathode. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് കിട്ടുന്നത്. അതിൽ 50% H2SO4 ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ആനോഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം, ഗ്രാഫൈറ്റ് കാഥോഡുമാണ്. അപ്പോൾ H2SO4ൻ്റെ നമ്മൾ റിയാക്ഷനാണ് കാണിക്കുന്നത്. H2SO4 ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+HSO4- അതിൽ ആനോഡിലുള്ള റിയാക്ഷൻ നോക്കുക. HSO4- use H2S2O8 plus 2 electron. കാഥോഡിലുള്ള റിയാക്ഷൻ 2H+ 2 electron gives H2. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ H2S2O8 plus 2H2O gives H2O2. H2O2 നമുക്ക് അവിടെ കിട്ടി. then H2SO4. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പം by the electrolysis of an equimolecular mixture of H2SO4 and ammonium sulfate in a cell. അപ്പോൾ നമ്മൾ H2SO4 അമോണിയം സൾഫേറ്റുമാണ് എടുക്കുന്നത്. അതിൽ ആനോഡ് PTയും അതുപോലെ ഗ്രാഫൈറ്റാണ് കാഥോഡ്. അതിൻ്റെ ഡിസോസിയേഷനാണ് നമ്മൾ കാണിക്കുന്നത് അമോണിയം സൾഫേറ്റിൻ്റെ. അതാണ് ഫസ്റ്റ് റിയാക്ഷൻ. ഇനി ആനോഡിൽ എന്താണ്? ആനോഡിലെ റിയാക്ഷൻ 2NH4SO4- gives NH4 twice S2O8 plus 2 electron. then കാഥോഡിലുള്ള റിയാക്ഷനാണ് 2H++ 2 electron gives H2. നെക്സ്റ്റ് അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അമോണിയം സൾഫേറ്റും വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2O2 അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാനുഫാക്ചറിങ് റിയാക്ഷനാണ് H2O2ൻ്റെ.
അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാഥോഡിലും ആനോഡിലുള്ള റിയാക്ഷനൊക്കെ പഠിച്ചു വെക്കണം. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ എന്താണ്? ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2-ethyl anthracnone. 2-ethyl anthracnone ഓട്ടോ ഓക്സിഡേഷൻ ആണ്. അതിൽ എയർ ഈസ് ബബിൾഡ് ത്രൂ എ 10% സൊല്യൂഷൻ ഓഫ് 2-ethyl anthracnone. അപ്പോൾ നമ്മൾ 10% സൊല്യൂഷൻ ഓഫ് 2-ethyl anthracnone ആണ് എടുക്കുന്നത്. അത് ബെൻസീൻ സൈക്ലോഹെക്സേൻ മിക്സ്ചറിലാണ് നമ്മൾ ഇതിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. when it is oxidized to 2-ethyl anthracnone and H2O2. അപ്പോൾ 2-ethyl anthracnone നമ്മൾ ഓക്സിജൻ്റെ കേസിൽ ഓക്സിഡൈസ് ചെയ്യാണ്, എയറിൻ്റെ പ്രസൻസിൽ. ദെൻ നമുക്ക് അപ്പം എന്താണ് കിട്ടുന്നത്? 2-ethyl anthracnone ആണ് കിട്ടുന്നത്. ക്യുനോൺ അല്ലേ, നമുക്ക് കീറ്റോണാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ H2O2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യുനോണിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? റിഡ്യൂസ് ചെയ്തിട്ട് H2 ബാർ പലേഡിയം വെച്ചിട്ട് റിഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2-ethyl anthracnone തന്നെ കിട്ടും. അപ്പോൾ H2O2ൻ്റെ തേർഡ് മാനുഫാക്ചറിങ് റിയാക്ഷനാണ് നമ്മളിവിടെ പഠിച്ചത്. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് നോൺ പ്ലാനാർ സ്ട്രക്ചറാണ്. അതുപോലെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അതിൻ്റെ 2 പേജിൻ്റെ അപ്പുറത്തെ സൈഡിലോ ഇപ്പുറത്തെ സൈഡിലും ആണ് ഒരു ഹൈഡ്രജൻ ആറ്റം നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ബുക്ക് തുറന്നു വെച്ചതുപോലെയാണ്. അതിൽ ഫസ്റ്റ് പേജിലാണ് ഹൈഡ്രജൻ ആറ്റം ഒന്നുള്ളത്, രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റം ഉള്ളത് രണ്ടാമത്തെ പേജിലും. അപ്പം ഒരു നോൺ പ്ലാനാർ സ്ട്രക്ചറാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനുള്ളത്. അതിൻ്റെ ബോണ്ട് ആംഗിൾ നോക്കുക. HOO ബോണ്ട് ആംഗിൾ 94.8 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ ഓക്സിജൻ 147 പൈക്കോമീറ്റർ ആണ്. ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 95 പൈക്കോമീറ്റർ ആണ്. അതുപോലെ ഈ പ്ലാനാർ സ്ട്രക്ചറിൻ്റെ നോൺ പ്ലാനാർ ആകുമ്പോൾ അതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 111.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതൊരു ഗ്യാസ് ഫേസിലാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നിൽക്കുന്നത്. പിന്നെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നോൺ പ്ലാനാർ സ്ട്രക്ചറാണ്. ഹൈഡ്രജൻ ആറ്റം ഈച്ച് ലൈസ് ഓൺ ഈച്ച് ഓഫ് ദി 2 ഓപ്പൺ പേജസ് ഓഫ് ദി ബുക്ക്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ.